വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി അനുഗമിക്കും. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലും വയനാടിനായി പ്രത്യേക പാക്കേജിലും പ്രധാനമന്ത്രിയുടെ നിലപാട് കാത്തിരിക്കുകയാണ് കേരളം. എം സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, കേരളത്തെ നടുക്കിയ ഒരു ദുരന്തമുണ്ടായിട്ട് 12ാം നാളാണ് രാജ്യത്തിലെ പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തുന്നത്. 11:55 കൽപ്പറ്റയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമുള്ള ക്രമീകരണങ്ങൾ അതേത് രീതിയിലാണ്? ആര്യ, 8:05 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ നിന്നും എയർഫോഴ്സ് വിമാനത്തിൽ കണ്ണൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൃത്യമായും കണ്ണൂരിൽ 11:20 ഈ വിമാനം കണ്ണൂരിൽ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങും എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. 11:25 അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്ക് വരികയാണ് ചെയ്യുക. 11:55 കൽപ്പറ്റയിൽ പ്രധാനമന്ത്രി എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിലും അതോടൊപ്പം തന്നെ കൽപ്പറ്റയിലും ഈ ദുരന്ത ബാധിത മേഖലകളിലും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. 12 മണി മുതൽ 3 മണി വരെയാണ് 3 മണിക്കൂർ നേരമാണ് പ്രധാനമന്ത്രി ഈ വയനാട്ടിൽ ചെലവഴിക്കുന്നത്. ഈ സമയത്തിനിടെ ഹെലികോപ്റ്ററിൽ ഈ ദുരന്ത ബാധിത മേഖലകളിലുള്ള വ്യോമ നിരീക്ഷണം, അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുക, ഈ പരിക്കേറ്റവർ ആശുപത്രിയിൽ കഴിയുന്ന മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രി സന്ദർശനം, ഒപ്പം തന്നെ ഈ സന്ദർശനത്തിന് ശേഷം അവലോകന യോഗം, ഇങ്ങനെയാണ് ഈ ഒരു ഷെഡ്യൂൾ നിശ്ചയിച്ചിട്ടുള്ളത്. 3 മണിക്ക് തന്നെ വീണ്ടും ഹെലികോപ്റ്ററിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മടങ്ങുകയും അവിടെ നിന്നും ദില്ലിയിലേക്ക് തിരിക്കുകയുമാണ് ചെയ്യുക. കൽപ്പറ്റയിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഹെലിപ്പാഡിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്. വലിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഈ ഭാഗത്ത് എല്ലാം തന്നെയും ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ ഉച്ച മുതൽക്ക് തന്നെ കൽപ്പറ്റയും ഈ ദുരന്തബാധിത മേഖലകളുമെല്ലാം തന്നെ SPGയുടെ സുരക്ഷാ വലയത്തിനുള്ളിലാണ്. രാവിലെ 10 മണി മുതൽ കൽപ്പറ്റയിൽ ഉൾപ്പെടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർശനമായ സുരക്ഷാ ബന്ദോബസ്തിലാണ് ഇപ്പോൾ വയനാട് ഒന്നടങ്കം ഉള്ളത്. കൽപ്പറ്റ മുതൽ ചൂരൽ മല വരെയുള്ള ഈ ഭാഗത്ത്, അതോടൊപ്പം തന്നെ മേപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ SPGയുടെ സുരക്ഷാ വലയത്തിലാണ്. ഈ ഹെലിപ്പാഡിൽ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ പൂർത്തിയായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത് എന്നുള്ളതാണ്. അടിയന്തര സഹായമായി, ഒരു തീവ്ര ദുരന്തമായി ഈ വയനാട്ടിലെ ദുരന്തത്തെ പ്രഖ്യാപിക്കുകയും സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായം, പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ആവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം തന്നെയും വലിയ സാമ്പത്തിക സഹായം, അടിയന്തര സാമ്പത്തിക സഹായമായി 2000 കോടി രൂപയെങ്കിലും അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് മുൻപാകെ വച്ചിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിരിക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും ശ്രമിക്കുക. കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വീകരിക്കും. അവിടെ നിന്ന് മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് അനുഗമിക്കുന്നുണ്ട്. ഈ വ്യോമനിരീക്ഷണത്തിലും അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതോടൊപ്പവും മുഖ്യമന്ത്രിയും ഉണ്ടാകും. ഏതായാലും ഇന്ന് തന്നെ ഒരു പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ സംസ്ഥാനം ഉള്ളത്. ഇതിനോടകം തന്നെ കേന്ദ്രത്തിന് ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് രാവിലെ കൈരളി ന്യൂസിനോട് പറഞ്ഞത്. ഈ ഒരു കൃത്യമായിട്ടും ഇന്നലെ കേന്ദ്ര സംഘം എത്തിയപ്പോൾ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിന് മുൻപാകെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി സംബന്ധിച്ച് വ്യക്തത വരുത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി പൂർത്തിയാകുമ്പോൾ സംസ്ഥാന സർക്കാരിന് സഹായം ലഭിക്കും. ഒരു പ്രത്യേക പാക്കേജ് വയനാടിന് വേണ്ടി പ്രഖ്യാപിക്കും, ഈ വയനാട് ദുരന്തത്തിന് വേണ്ടി പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. ഏറ്റവും പ്രധാനമായി ഇനി മുന്നോട്ടുള്ള കടമ്പകൾ, ഒന്ന്, ഈ ഒരു പ്രദേശം ഒന്നടങ്കം ഈ ഉരുൾപൊട്ടലിൽ കല്ലും ചെളിയും പാറക്കൂട്ടങ്ങളും എല്ലാം നിറഞ്ഞ് ഒരു രീതിയിലുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അവിടെ ചെളിയും മണ്ണുമെല്ലാം നീക്കം ചെയ്ത് പരമാവധി അത് പൂർവ്വസ്ഥിതിയിലാക്കും
മനസ്സിലാക്കുക എന്നുള്ള കടമ ഒന്നാമതുണ്ട്. രണ്ടാമതായി ഇപ്പോൾ ഉള്ള ഈ ക്യാമ്പിലെല്ലാം കഴിയുന്ന ആളുകളുടെ ആദ്യഘട്ടത്തിലുള്ള താൽക്കാലിക പുനരധിവാസവും പിന്നീട് അവരുടെ സ്ഥിരമായിട്ടുള്ള പുനരധിവാസവുമാണ്. അവർക്ക് ഒന്നും കയ്യിലില്ലാത്തവരാണ്, എല്ലാം തകർന്നുപോയവരാണ്. ജീവിതം മാത്രം തിരികെ പിടിച്ച് ക്യാമ്പിൽ കഴിയുന്നവർക്കാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ സഹായങ്ങൾ വേണ്ടിവരും. അവർക്ക് ജീവനോപാധി ഒരുക്കേണ്ടി വരും. അതിനാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന് ഈ പുനർനിർമ്മാണമാണ്. തകർന്ന റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ളവ പുനർനിർമ്മിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം കൂടിയുണ്ട്. ഈ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഇവരെല്ലാം തന്നെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക്, ഒരു ടൗൺഷിപ്പിലേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. വലിയ സാമ്പത്തിക ചെലവ് വരുന്നതാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ വയനാട്ടിലെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയുള്ളൂ. സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ദുരന്തബാധിതർക്ക് കഴിഞ്ഞ ദിവസം സഹായം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പൂർണ്ണമായും ഈ ഒരു പുനരധിവാസം നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു പാക്കേജ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു. 2000 കോടി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രാഥമിക ഘട്ടത്തിൽ. ഏതായാലും അത് ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് സംസ്ഥാനം പങ്കുവെക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രി ഈ ദുരന്തബാധിത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തിയതിന് ശേഷം ക്യാമ്പിൽ കഴിയുന്ന ദുരന്തബാധിതരെ കൂടി സന്ദർശിക്കുന്നുണ്ട്. തീർച്ചയായും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രിയോട് പറയാനുണ്ട്. അവർക്കുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആശങ്കയുള്ളവരാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് കഴിയും. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുമായും സംസാരിക്കും. ഏതായാലും ഈ അവലോകന യോഗത്തിനെല്ലാം ശേഷം ഒരു പാക്കേജ് കേരളത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വയനാട് സന്ദർശനത്തെ കേരളം ഒന്നടങ്കം നോക്കിക്കാണുന്നത്. ആര്യ.